And the difference was that this time I understood that this is the tradition, the voice, the expression of the people of Kerala. നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു എന്ന്? കാരണം കഴിഞ്ഞ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ ശബ്ദമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആശയ പ്രകാശനത്തിന്റെ ഒരു മാർഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെ കുറിച്ച് ബോറടിച്ചില്ല. The first time it was just a dance. The second time it was the voice of millions of people. It was the history of millions of people. It was the expression of millions of people. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്കതൊരു നൃത്തരൂപം മാത്രമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായിരുന്നു ഞാൻ രണ്ടാമത് കണ്ട ആ കഥകളി. And each state of our country has these traditions, has its own language, has its own history, has its own expression. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, അതിൻ്റെതായ ചരിത്രമുണ്ട്, അതിൻ്റെതായ ഭാഷയുണ്ട്, അതിൻ്റെതായ സംസ്കാരമുണ്ട്, അതിൻ്റെതായ ആശയ പ്രകാശന രീതിയുണ്ട്. There is Malayalam, there is Tamil, there is Bengali, there is Gujarati. There are many different languages, many different dances, many different histories in this country. ഇവിടെ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, തമിഴ് ഭാഷയുണ്ട്, ഗുജറാത്തിയുണ്ട്, പലവിധ നൃത്തരൂപങ്ങളുണ്ട്, പലവിധ പാരമ്പര്യങ്ങളുണ്ട്, പലവിധ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. And every single tradition, history is protected by the Constitution of India. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എന്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ്. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. And if this was gone, then somebody can come to Kerala and say, we do not want you to speak Malayalam. ഈ ഭരണഘടന ഈ രാജ്യത്തില്ലാതായാൽ ഈ രാജ്യത്തിലേക്ക്, കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം, നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും. We do not want you to have dosa for breakfast. നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. Or we don't like this particular tradition of yours. നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. And the fight in this election was about the Constitution. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്. And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഗാന്ധി സംസാരിക്കുകയായിരുന്നു ഇടവണ്ണയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി അമിത് ഷാ. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ്
want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി. And we will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചെന്ന് പറഞ്ഞത്. And the beautiful thing is that they had a fundamental misunderstanding. അതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. They thought that just because they have political power, just because they have ED, they have CBI, they have the income tax department, they can dictate to the people of India what is going to happen. അവരെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം, ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. And the people of Kerala, അവർ കരുതിയതാണ് Pradesh. അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. they showed the prime people of Kerala, the people of Uttar Pradesh, they showed the prime minister, people of all other states showed the prime minister that you cannot dictate to the people of India what we want. കേരളത്തിലെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ, ഇന്ത്യ മുഴുവൻ